കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടോ. നടീല ഞാൻ മിക്ക സമയത്തും വരുത്തുന്ന നടീൽ തന്നെയാണ്. വിളവെടുപ്പ് ഇടയ്ക്കുണ്ടാവും, പൂക്കളെ കാണിക്കൂ. പക്ഷേ നടീൽ കാണിക്കണം തന്നെ കൊണ്ട് എല്ലാവരും എപ്പം പറയും. എൻ്റെ പോട്ടി മിക്സ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ പച്ചക്കറി കാണിക്കൂ, പൂച്ചെടികൾ കാണിക്കൂ, എല്ലാം ഞങ്ങളെ കാണിക്കാറുണ്ട്. ഇന്ന് ഞാൻ നടീൽ എന്താണെന്നറിയോ, ഹാങ്ങിങ് പോട്ട് ഹാങ് ചെയ്യുക. നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പൂച്ചെടികൾ കാണുക നല്ലൊരു മാനസിക ഉല്ലാസമാണ്. ആ ദിവസം തന്നെ നല്ലൊരു ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ അങ്ങോട്ടേക്ക് നടട്ടെ. താഴെ നടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഹാങ് ചെയ്തിട്ടെ. ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പോട്ട് വാങ്ങി. പിന്നെ ഞാൻ ടൂറ് പോയപ്പോൾ അവിടെ നിന്ന് കുറേ ചെടി കൊണ്ടുവന്നിരുന്നു. അതെന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ ചെടി നടാത്തത്, ഒന്നും കൊണ്ടുവന്നില്ലേ കൊടൈക്കനാൽ പോയിട്ട് എന്നൊക്കെ. അതും കുറച്ച് നടുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്തുകാർ കുറച്ച് എനിക്ക് കൊണ്ടുവന്നിരുന്നു. അവരുടെ ഞാൻ വേര് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ച് പോയതായിരുന്നു ടൂറൊക്കെ. അപ്പം വേരൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് കുറേ സൈസ് പലതരം, ഒന്നല്ല കേട്ടോ, പലതരം ഞാൻ ഹാങ് ചെയ്യാൻ പോവുക. ഹാങ് ചെയ്യാൻ ഞങ്ങൾ പാത്രമൊക്കെ എന്നോ വാങ്ങി വെച്ചിട്ട് ഓൺലൈനിൽ വാങ്ങിയതാ. നല്ല കളർഫുൾ പാത്രങ്ങളാ. ഇതെല്ലാം കൊള്ളു. കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇത് ചെറുതാണ്, ഇതെല്ലാം കൊള്ളു. എന്ത് രസാല്ലേ, പലതരം കളറായിട്ട്. വെള്ള പൂവാണെങ്കിൽ നമുക്ക് വേറെ, അങ്ങനെ വെള്ളയൊക്കെ ഉണ്ട്, എല്ലാ സൈസും ഉണ്ട്. ഇതാ വെള്ള ഏതുന്നോ ഭംഗി. ഇതാ ഇത്രയും പോട്ടിൽ ഇന്ന് ഞാൻ ഹാങ് ചെയ്യാൻ പോവുക. ഇത് എൻ്റെ അടുത്ത് വരെ ചെടിയുണ്ട്, മാറി മാറി ഓരോന്ന് പീസാക്കിയിട്ടേ. ഈ ഹാങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം, പോട്ടി മിക്സാ. എന്താ 2, 4, 6, 8, 9. അതാ 9ൻ്റെ കണക്ക്. 10. ഞാൻ പേടിച്ചു 10. ഇതാ അടിപൊളിയല്ലേ. ഇതാണ് പൂക്കളെ പോലെ തന്നെ കളറുകളും. ഇനി ഞാൻ ഹാങ് ചെയ്യാൻ പോകുന്ന ചെടികൾ കാണിക്കുക, പോട്ടി മിക്സ് കാണിക്കുക, ഹാങ് ചെയ്തത് ഞങ്ങളെ കാണിച്ചു തരും കേട്ടോ പ്രിയപ്പെട്ടവർക്ക്. ഫസ്റ്റ് തന്നെ ഞാൻ 10 ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചകിരി ഇടുന്നത്. ഫസ്റ്റിൽ ചകിരി ഇട്ടാലുള്ള ഗുണം എന്താ പറഞ്ഞാൽ മണ്ണൊലിച്ചു പോകൂല. അപ്പോൾ ഞാൻ ചകിരി എന്ന് പറഞ്ഞാൽ എൻ്റെ ചകിരി ചോറൊന്നുമല്ല, ചോറൊക്കെ എടുത്ത ചകിരിയാ. നടിയിൽ കുറച്ചങ്ങ് ഇട്ടാൽ ഞാൻ എല്ലാം ഒന്നിച്ചങ്ങ് നടുക. 10 ഞങ്ങളെ കാണിച്ചു തരും. ഏതായാലും മെനക്കിട്ടു. അപ്പം ഞാനങ്ങ് നടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാത്തിലും ഞാൻ നട്ടു എന്നല്ല, എല്ലാത്തിലും ഞാൻ ഇതിട്ട് ചകിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഒഴിച്ചാലും മണ്ണിങ്ങ് പോകൂല, അവിടെ നിൽക്കും. ചകിരി തടഞ്ഞു നിർത്തും. പിന്നെ കുറച്ചൊക്കെ നനവ് പിടിച്ച് നിർത്തുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഗുണം ചകിരി ഇട്ടാലുണ്ട്. പിന്നെ നല്ല ഹോൾസ് കൊടുക്കണമല്ലോ ചെടികൾക്ക്. ഹോൾസ് ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ചീഞ്ഞു പോവും. ഹാങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, നല്ല പോട്ടി മിക്സ് ആണെങ്കിൽ ഹാങ് ചെയ്യുന്ന ചെടി ഏറ്റവും രസം. അങ്ങനെ ഞാൻ ഫുള്ളിട്ട് കഴിഞ്ഞു കേട്ടോ. എന്താ എല്ലാം നിങ്ങളെ പലതരം കളറിൽ, ഏത് കളറിൽ ഏത് ചെടിയാണ് വെക്കേണ്ടിയൊന്നും എനിക്കൊരു അത്ര ഒരു പിന്നെ ഇതില്ല, അറിവില്ല. ചിലർക്ക് നല്ല ഐഡിയ, ഇന്ന കളറിന് ഇന്ന പൂക്കൾ വെക്കണം എന്നൊക്കെ ഉള്ളത്. ഞാനവിടെ വെച്ചൂടില്ല. പിന്നെ പൂക്കളെ വാങ്ങി നോക്കി കുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളയിൽ ഏത് വെക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ ആ ചെടിയൊന്ന് മാറ്റും. ഓരോരുത്തർക്ക് ചുവപ്പ് ഉണ്ട്, പച്ച ഉണ്ട്, മഞ്ഞ ഉണ്ട്, വെള്ള ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിലൊക്കെ കുറച്ച് കരിയില മറ്റ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തത് എല്ലാം ഞാൻ മാറ്റിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തതാ. കരിയിലൊക്കെ നല്ലോണം അമ്പിപ്പോകാന്നറിയില്ല, അമർന്ന് പോയിക്കും. ഈ ഹാങ് ചെയ്യുന്ന ചെടിയില്ലേ, നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ അധികം വെയിറ്റ് പറ്റുമ്പോൾ ഞാൻ ഒരു കമ്പിമല തൂക്കുന്നത്. കമ്പി ആയതുകൊണ്ട് ഇവരൊക്കെ പിടിച്ച് നിൽക്കൂ, പക്ഷെ വെയിറ്റ് ഇല്ലാണ്ടിരിക്കുന്ന നല്ല. അതുകൊണ്ട് മണ്ണ് വളരെ കുറവാണ്. ഇതെല്ലാം എൻ്റെ പിന്നെ ഇല വന്നിട്ട് പൊടിഞ്ഞ് കിടക്കുന്നതാ. ഇല പൊടിഞ്ഞത് തന്നെ പറയും. അതിൽ മണ്ണ് വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ പൊടിഞ്ഞിട്ട് മണ്ണ് പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ചിങ്ങോട്ട് എടുത്തേനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്.
കണ്ടില്ല ഇതിന്റെ കളറുണ്ടോ? ഇതൊക്കെ ഇലകൾ തന്നെയാ, അട്ടിയിലില. കുറച്ച് ഇങ്ങനെ കണ്ടിട്ടെ, എല്ലാത്തിലും ഇട്ടു. പ്ലാസ്റ്റിക് നല്ല നോക്കണം, അതിൻ്റെ തന്നെ കുറഞ്ഞേ പുള്ളുള്ളൂ. അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്കും കൂടി ആയാലേ. അപ്പോൾ ഞാൻ 10 ഇട്ടു കേട്ടോ. ഇട്ടത് ഇതിൻ്റെ മേലിടുന്നത് കരിയില കമ്പോസ്റ്റാ. കരിയില കമ്പോസ്റ്റ് ഇല്ലാത്ത ഒരു സംഭവം എനിക്ക് ഉണ്ടാവൂല. കളർ കണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇത് ചാണകമാണ്. കണ്ടോ കളറ്? എന്താ കറുപ്പ്. കരിയില കമ്പോസ്റ്റ് ഞാൻ ഹാങ്ങിങ് ചെടിക്ക് ഇട്ടിട്ട് ഞാൻ ഒരു കുടുക്ക് കുടുങ്ങിയത് എന്താ അറിയോ? തൈ മുളച്ചിടുമ്പോൾ തക്കാളി തൈയൊക്കെ ഹാങ്ങിങ് എന്ന് പറക്കേണ്ടി വരിക. ഹാങ് ചെയ്ത് കൊടുത്തുനിന്ന് ഞാൻ തൈ എടുത്ത് നട്ടിണ്. ഇനിയും ഉണ്ട്, പറിക്കാനുണ്ട്. എല്ലാത്തിലും കുറച്ച് കുറച്ച്, എല്ലാ മക്കൾക്കും കുറച്ച് കുറച്ച് കൊടുക്കട്ടെ തീറ്റ. 10 മക്കളാ. ഞാൻ എന്ത് നടുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പൂക്കളൊക്കെ കണ്ടിട്ട് സംശയം ചോദിക്കുക. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആവുമ്പോൾ പിന്നെ അത് വേണ്ടല്ലോ. എന്താണ് പോട്ടി മിക്സ് എന്നുള്ളത്? മാങ്ങൻ്റെ അണ്ടി. ഇതൊക്കെ 3 മാസം മുമ്പേ മാങ്ങയൊക്കെ ഇനി നമ്മളെ തീറ്റ. അപ്പം മാങ്ങ എൻ്റെ അണ്ടിയൊക്കെ പെടുന്നതാ. പിന്നെ നാരങ്ങൻ്റെ തോട് ഇടുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ കരിയില കമ്പോസ്റ്റിൽ. പക്ഷെ ഞാനൊന്നും നോക്കലില്ല, ഞാൻ എല്ലാം ഇടലുണ്ട്. പിന്നെ ചോദിക്കൂ നിങ്ങൾ പിന്നെ തേക്കിൻ്റെ ഇല ഇടുമോന്ന്. തേക്കിൻ്റെ ഇലയൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. തേക്കിൻ്റെ ഇലേൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? തേക്കിൻ്റെ ഇല അത്ര പെട്ടെന്ന് പൊടിയൂല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇടാനിടാം, നല്ലോണം ഉണങ്ങിയാണെങ്കിൽ പൊടിയും ചെയ്യും. പിന്നെ എന്നോട് കരിയില കമ്പോസ്റ്റിലും ചോദിക്കൂ എത്ര മാസമാണ്. ഞാൻ എപ്പോൾ പറയും ഒരു 3 മാസം വേണോ. ഇനി 3 അല്ലെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചാക്ക് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ചാക്ക് എടുക്കുള്ളൂ. അപ്പം 4 മാസമൊക്കെ പിടിക്കും. എൻ്റെ അങ്ങനെ പിടിക്കും. എനിക്ക് 3-4 ചാക്ക് ഉണ്ട്. അധികം ഞാൻ ഇടലും ഇല്ല. കുറച്ച് മണ്ണ് ഇടുമല്ലോ. ഇതാ ലാസ്റ്റ് നമ്മൾ മണ്ണ് ഇടണം നടണമെങ്കിൽ. ഈ പോട്ടിന് എനിക്ക് 22 രൂപയായിട്ടുണ്ട് ഒന്നിന്. ഈ 22 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചങ്ങലൊക്കെ എടുക്കാം. അപ്പം ലാഭമാണോ നഷ്ടമാണോ എനിക്കറിയില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. ഓരോന്ന് കാണുമ്പോൾ ചെടി ഭ്രാന്തോണ്ട് ഇങ്ങോട്ട് വാങ്ങുക. 10 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ സമയത്തൊക്കെ സംഭവം എത്തിയിട്ടുണ്ട്. ഈ എന്ത് പണിയെടുക്കുമ്പോഴും ഗ്ലൗസ് ഇടുന്നത് നല്ലതാ. അപ്പം ഞാൻ ഈ ഗ്ലൗസ് ഇതൊക്കെ വാരി കൊണ്ടുപോകുമ്പോൾ ഇട്ടിരുന്നു. ഇങ്ങനെ ഇടുമ്പോൾ എനിക്കൊരു പ്രയാസം. പച്ച കൈ കൊണ്ട് പണിയെടുക്കുന്നതാണ് ഇഷ്ടം. നഖം കേട് വരുന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ നഖം കേട് വരും. എനിക്ക് ആ ഒരു പേടിയുണ്ട്. കഴിഞ്ഞ പാടെ നല്ലോണം സോപ്പിട്ട് കഴുകും. കൈ നല്ലോണം കഴുകും. ഇതാട്ടോ അതിൻ്റെ കൊളുത്ത് ഒരു കയറായിട്ടൊക്കെ അല്ലേ ഇനി നമ്മൾ സാധാരണ എല്ലാ. ഇത് ചങ്ങലയാ, ഇരുമ്പിൻ്റെ ചങ്ങല. ഇതാ ഇരുമ്പിൻ്റെ ചങ്ങല. ഇതാ 3 ഹോൾസ് ഉണ്ടാവും. 1 2 3. ഇവിടെ ഈ ചങ്ങല അങ്ങിട്ടാൽ മതി. ആ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിന് 22 ഉറുപ്പ്യ ആയിട്ടുണ്ട്. ബിഗോണിയെ നടുന്നത് കണ്ടില്ല അതിൻ്റെ ഭംഗി. ഞാൻ ചെറിയൊരു പോട്ടിൽ ചെറിയൊരു കമ്പ് നട്ടതായിരുന്നു കേട്ടോ. ഉണ്ടായത് നോക്ക് എന്താ അടിപൊളി. അപ്പം ഇത് തിങ്ങിപ്പോയി. ഈ തിങ്ങിപ്പോയത് കൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് 2 എണ്ണത്തിലേക്ക് മാറ്റുക. ഇതാണ് കട്ട് ചെയ്ത് നടുക കേട്ടത്. അതിനൊക്കെ ശാഖ വന്നിട്ട് തിങ്ങണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണോ. ഇതിലാദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഞാൻ പുതിയ ചട്ടി വാങ്ങി ഞാൻ ഫസ്റ്റിൽ നട്ടാൻ പോകും കേട്ടോ. അടിപൊളിയാട്ടെ. ഇതാ ഒന്ന് നട്ടു. ഇത്രേ വേണ്ടു, ഇത്രേ ഇതുള്ളൂ. അപ്പം ഇതിൽ കണ്ടോ നിറച്ച് ശാഖ വന്ന്. ശാഖ വരണമെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്ത് പുതിയ ശാഖ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന് പിന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഞാൻ ഓരോന്നേ വെച്ച് കൊടുക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കുറേ ചെടികളുണ്ട്. അപ്പം 2 എണ്ണം വെച്ച് കൊടുക്കാം. ഇതൊക്കെ ശാഖ വന്നു, 3-4 എണ്ണം വന്നു. ഞാൻ പ്ലാവിൻ്റെ ഇലയിലേക്ക് വെച്ചിട്ട് മുളപ്പിച്ചതാ. പ്ലാവിൻ്റെ ഇലയൊന്നും കാണുന്നില്ല, ഒക്കെ പോയി. ഇത് വേറൊന്നാ. ഇത് പിന്നെ ധൈര്യമായിട്ട് നടാം. ഇതാ പൂക്കളൊക്കെ വന്ന്. ഇതിന് ഇനി വേര് പിടിക്കാനൊന്നുമില്ല, പേടിക്കും വേണ്ട. അപ്പം എനിക്ക് തോന്നുന്നത് ഇത്ര അധികം വേണ്ടാന്നില്ലേ.
ഒന്ന് അപ്പുറത്തേക്ക് തന്നെ മാറ്റാം. പിന്നെ ഒന്ന് ഇതാണ് ഞാൻ ഇവിടുന്ന് പിന്നെ ഇതാണ് കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്നത്. നല്ല പൂവാ. എൻ്റെ പൂവൊന്നും ഇതിലില്ല. ഒക്കെ ഞാൻ വേര് പിടിപ്പിച്ച കൊണ്ടുവന്നാരെ. എന്താ ഇതാണ് ഇതും കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്നത്. ബിഗോണിയുടെ കളറ് മാറ്റാ. കൊടൈക്കനാലിൻ്റെ മണ്ണിൻ്റെ കളർ നോക്കി. അവരെന്നോട് പറഞ്ഞു ഇവിടുത്തെ മണ്ണിന് അങ്ങനത്തെ ഒരു കളറാണ് എന്നുള്ളത്. പിന്നെ കുറച്ച് ചകിരിച്ചോറ് പോലും ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കറുപ്പിലേ, എന്തൊക്കെയല്ല എങ്ങനെ കറുപ്പ് മണ്ണിന്. ഇത് വേറൊരു കളറ്. ഈ കളറിന്റെ വേറൊരു കളറ്. ഇതൊക്കെ ഹാങ് ചെയ്താൽ നല്ല ഭംഗി നിൽക്കും. മണ്ണ് കുറച്ച് മെറ്റീരിയലൊക്കെ ഇട്ട് കൊടുക്കാൻ പൂതിയാകുക. ആ കറുപ്പ് കണ്ടിട്ട് നമ്മളെ വളക്കൂറയിക്കും ഉണ്ടാവട്ടെ. എന്താ ഒന്ന് ഇതും നട്ട് ഇതൊന്ന് വെയിറ്റ് കുറവാ. അങ്ങനത്തെ ഞാൻ ഇട്ടത്. എന്താ ഇതൊന്നും പാടൂല. അതൊക്കെ വേര് വന്നതാ. ജെറേനിയം വെള്ള. പക്ഷെ ഇവിടുത്തെ ജെറേനിയം കണ്ടോ എന്തോ ഒരു വണ്ണത്തിലുള്ളത്. ഈ ജെറേനിയത്തിന്റെ പൂക്കള് മൊട്ടൊക്കെ അതുപോലെ ആണെങ്കിലും ഇത്ര അങ്ങോട്ട് ഇതില്ലാന്ന് തോന്നുന്നു കേട്ടോ. വെള്ളയായിട്ടാ എന്താ അത്. ഞാനിതിന്ന് ഒന്ന് പീസാക്കട്ടെ. അത്ര അധികം വേണ്ടല്ലോ. ഇതന്നെ 2 എണ്ണം ആക്കാം. ഇത് മാറ്റട്ടെ. കൊടൈക്കനാലിലെ മണ്ണ് മാറ്റിക്കൂടാ. അല്ല കറുപ്പ. ഇത് വേര് പുറത്തേക്ക് ചാടിപ്പോയി. ഞാൻ മേശപ്പുറത്തേക്ക് തന്നെ തട്ടിയതാ. ഇനിയിപ്പോ കുറച്ചും കൂടി മണ്ണ് മാറ്റട്ടെ. അതുകൊണ്ട് പിന്നെ ഇടാ. എന്താ മാറ്റിയിട്ട് അങ്ങോട്ട് ഉഷാറാക്കി. എൻ്റെ വീഡിയോ കാണുന്നവരുടെ എല്ലാം തന്നെ ഉഷാറിലുണ്ടാവട്ടെ. ഇതേ മോഡൽ നട്ടിട്ട്. എൻ്റെ പൂക്കൾ വാടുന്ന സങ്കടം എനിക്ക്. കുറച്ച് വെയിലായിപ്പോയി. എന്താ ഇതും നട്ടു. ഇനിയുള്ളത് ഞാൻ പീസാക്കിയല്ലോ. ആ പീസ് നടട്ടെ. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. അവര് പറയുന്നത് വയനാട്ടിലാണ് ഒന്നും കൂടി നന്നാവുക എന്ന് അവർ പറയുന്നത്. ആരെന്നറിയോ? കൊടൈക്കനാലുകാർ. ഞാൻ പറഞ്ഞു നിങ്ങളത് കണ്ട ഞങ്ങളത് വട്ടപ്പൂജയാന്ന്. അപ്പോൾ അവർ പറയും ഒരിക്കലും സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ വയനാട്ടിലാണ് ഏറ്റവും നല്ല കാലാവസ്ഥ പൂക്കൾ ഉണ്ടാവാൻ. പക്ഷേ കൊടൈക്കനാലിൽ ഭയങ്കര തണുപ്പും പോരാത്തിന് നേരിയ മഴയും. ചെടികൾക്കൊന്നും തെളിഞ്ഞിക്കാൻ കഴിയുന്നില്ല. അത് ശരിയാ അവർ പറഞ്ഞത്. ഇതാ ഇനി ഞാൻ വിചാരിക്കുന്ന എന്താ അറിയോ? ഇത് 2 എണ്ണം ഒന്നിലേക്ക് തന്നെ വെക്കാം. ഇവിടെ വേറൊന്ന് നടാം. അങ്ങനെ നല്ല ആൾക്കാർ കൊണ്ടുവന്നിരുന്നു. ഞാൻ കുറെ അവർ കൊണ്ടുവന്ന് ഞാൻ പരത്തി നട്ടതായിരുന്നു. എല്ലാം വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണലത്ത് വെച്ചതായിരുന്നു. ഇതിലൊരു ചുവന്ന പൂ ഉണ്ടാകുന്ന, ഇതിന്റെ പേരെന്നോട് വിട്ടുപോയി. എന്തായിരുന്നു? ഒരു ചുവന്ന പൂവുണ്ടാകുന്ന ഇതാ വേരായി. എല്ലാത്തിനും വേര് പിടിച്ചു. പാവ അവര് തിരുവനന്തപുരത്ത് നിന്ന് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടുവന്നു കേട്ടോ. അവർക്കും ഞാൻ കൊടുത്തിട്ട് അവരുടെ എന്തായോ എന്നുള്ളത് അറിയില്ല. ഒരു ചുവന്ന പൂവുണ്ടാവൂലേ, അതാണ് ഇത്. അന്ന് തിരക്കായിട്ട് ഞാൻ വേഗം മണ്ണിലേക്ക് അങ്ങ് ഇറക്കി വെച്ചേനു. അതിന് ശേഷം എന്നും തിരക്ക് തന്നെയാ. ഒക്കത്തിന് വേരായി. അതിനി നിറയൂ. ഇതാ വേര് വലുതായി. അങ്ങനെ വിജയകരമായിട്ട് അങ്ങനെ കണ്ടില്ലേ 10 പോട്ട് ഇന്ന് ഞാൻ നിറച്ചു. ഇതിലിട്ടെ കുറച്ച് മണ്ണ് കുറഞ്ഞു ഇതിൽ.
അതൊക്കെ വേര് പിടിച്ചത്, അതൊക്കെ ധൈര്യമായിട്ട് നമുക്ക് തൂക്കിയിടാം. ഇത് ഞാൻ തൂക്കിയിടൂല കേട്ടോ. അപ്പോൾ ഇത് വെയിൽ പറ്റൂല, ഇതിന് വെയിൽ കൊള്ളണമെങ്കിൽ കുറച്ച് കഴിയണം. ഇത് ഞാൻ തണലത്ത് വെക്കും. ഇതെൻ്റെ ICUവിൽ കിടക്കണം കുറച്ച്, എന്നാലേ ഇതുണ്ടാവും. ഇതിൻ്റെ പൂക്കൾ മുറിച്ചതിൽ സങ്കടം കേട്ടോ. നോക്ക് നോക്ക്, പൂക്കൾ നല്ല ഭംഗിയില്ലേ. ഇത് പിന്നെ ധൈര്യമായിട്ട് വെക്കാം. അത് ഞാൻ പ്ലാവിൻ്റെ ഇലയിലേക്ക് മുളപ്പിച്ചത്, അത് ധൈര്യമായിട്ട് വെക്കാം. ഇതും അങ്ങനെ മുളപ്പിക്കാൻ സമയമില്ല, ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ, ഇതും ഞാൻ വെയിലത്ത് വെക്കൂല. ഇത്രയും സംഭവങ്ങൾ വെയിലത്ത് വെക്കൂല. ഇതെല്ലാം ധൈര്യമായിട്ട് തൂക്കാം. അപ്പോൾ നിങ്ങളെ സംശയം തീർന്നു തോന്നുന്നു. കാരണം ഇനി ഉണ്ടത് എൻ്റെ 10 മണിയാണ്. 10 മണി ഞാൻ വേറെ മോഡലിലാണ് നടുന്നത്. അങ്ങനെ ഞാൻ കുറേ ഹാങ് ചെയ്തു. ഇതാ ഹാങ് ചെയ്ത് വരിയായിട്ട്. ഒന്ന് വാടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നാളേക്ക് തെളിഞ്ഞോളും. ഇതെല്ലാം ഇന്ന് ഒരു വൃത്തിയാക്കൽ, പുല്ല് വറുക്കൽ, പുതിയത് നടലൊക്കെ ആയിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി. ഈ ചെടികൾക്ക് അറിയാം, ഇതാണ് ബറോസ് പ്ലാന്റ്. ഇതുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചില വീട്ടുകളിലൊക്കെ ഉണ്ട് എന്ന് കേൾക്കാം. ഇടയ്ക്കെൻ്റെ താഴെയുള്ള പൂക്കളും. ഇത് ഹാങ് ചെയ്തില്ല, ഇത് ഹാങ് ചെയ്യുന്നത് വേര് പിടിക്കട്ടെ. ഇപ്പം തണലത്ത് വെച്ചതാ. കുഴപ്പമില്ല, വൈകുന്നേരമായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇത് വേര് പിടിച്ചോളൂ. ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തു, നിങ്ങൾ പൊന്നാങ്കണ്ണി ഒന്ന് അടുത്ത് കാണിക്കുമോ എന്നുള്ളത് കേട്ടോ. ഇതാ പൊന്നാങ്കണ്ണി ഞാൻ അടുത്ത് കാണിക്കുന്നു. ഹാങ്ങിങ് പോട്ടുകളും അതിൽ നടുന്നതും പേരും എല്ലാം നിങ്ങൾ പഠിച്ചില്ല. ഒന്നിൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല, ബാക്കിയെല്ലാം. എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.